2023 അവസാനിക്കാൻ പോവുകയാണല്ലോ. നമ്മുടെ എല്ലാം അഭിമാനമായ വിശ്വനാഥൻ ആനന്ദിൻ്റെ കുറച്ച് മനോഹരമായ ഗെയിംസ് കണ്ടുകൊണ്ട് നമുക്ക് പുതുവർഷത്തെ വരവേൽക്കാം. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് 1999 ലിനാറസിൽ വെച്ചാണ്. ഇവിടെ ആനന്ദാണ് വൈറ്റ് കളിക്കുന്നത്, ബ്ലാക്ക് കളിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള പീറ്റർ സ്വിഡ്ലർ. ഇവിടെ ആനന്ദ് കളി തുടങ്ങുന്നത് D4 വെച്ചിട്ടാണ്. സ്വിഡ്ലർ നൈറ്റ് F6 കളിക്കുന്നു, C4. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ഗെയിമാണ്. G6 കളിക്കുന്നു, നൈറ്റ് C3, D5. അപ്പോൾ ഗ്രൻഫെൽ ഡിഫൻസിലേക്ക് പോവുകയാണ്. നൈറ്റ് F3, ബിഷപ്പിനെ ഇവിടെ ഫിയൻജറ്റ് ചെയ്ത് കാസൽ ചെയ്യാനാണ് ഇവിടെ സ്വിഡ്ലറുടെ ഉദ്ദേശം. ആനന്ദ് ഇവിടെ ക്യൂൻ B3 കളിച്ച് ഇപ്പോൾ ഈ D5 മോണിലേക്ക് നൈറ്റും പോണും ക്യൂനും വെച്ച് അറ്റാക്ക്. പോൺ വെച്ച് പോണിനെ എടുക്കുന്നു, ക്യൂൻ വെച്ച് എടുക്കുന്നു. അപ്പോൾ ഈ ക്യൂവിനെ 2 പ്രാവശ്യം മൂവ് ചെയ്യിച്ചു. അപ്പോൾ ഇതാണ് സ്വിഡ്ലറുടെ ഉദ്ദേശം. ക്യൂവിനെ ആദ്യം B3യിലേക്ക് കൊണ്ടുവന്നു, പിന്നെ C4ലേക്ക് കൊണ്ടുവന്നു. കുറച്ച് മൂവ് വേസ്റ്റ് ചെയ്യുകയാണ്. എന്നാലും ഇവിടെ ഒരുപാട് കൺട്രോൾ ഉണ്ട്. ഇനി ഒരു E4 കളിക്കാൻ പറ്റും. ഇപ്പോൾ കാസലിന് ശേഷം ആനന്ദ് E4 കളിക്കുന്നു. നല്ല സെൻട്രൽ കൺട്രോൾ ഉണ്ട് ആനന്ദിന്. ഈ നൈറ്റും എല്ലാം രീതിയിൽ ഇവിടെ ഒരുപാട് രീതിയിൽ ഇവിടെ സെൻട്രൽ കൺട്രോൾ ചെയ്യുകയാണ് ഇവിടെ ആനന്ദ്. A6 കളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഇവിടെ B5 ഒക്കെ കളിച്ച് ക്യൂവിനെ അറ്റാക്ക് ചെയ്ത് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുക ലോങ് ഡയഗണിലേക്ക് കൊണ്ട്. ഇതൊക്കെയാണ് ഇവിടെ സ്വിഡ്ലറുടെ ഉദ്ദേശം. ഇവിടെ E5 കളിച്ച് ഈ നൈറ്റിനെ ഓടിക്കാൻ നോക്കണം. അപ്പോൾ നൈറ്റ് ഓടി പോകുന്നതിന് വരെ ആദ്യം ആനന്ദിൻ്റെ ക്യൂവിനെ അറ്റാക്ക് ചെയ്യണം. ആനന്ദ് ക്യൂൻ ജസ്റ്റ് പുറകോട്ട് പോകുന്നു. ഇപ്പോൾ നൈറ്റിനെ ഇവിടെ D7 കൊണ്ടിരുന്നു. അപ്പോൾ ഇനിയുള്ള ഐഡിയ ഒരു പക്ഷേ C5 ഒക്കെ പുഷ് ചെയ്തിട്ട് ഈ പോണിനെ പുഷ് ചെയ്തിട്ട് പോൺ വെച്ചെടുത്ത് കഴിയുമ്പോൾ നൈറ്റിന് നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ക്വയറിലേക്ക് കൊണ്ടുവരിക. ഇതൊക്കെയാണ് സ്വിഡ്ലറുടെ ഐഡിയ. ആനന്ദ് ഈ ഒരു സമയത്ത് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള മുകളിൽ ബിഷപ്പ് ഈറ്റ് കൊടുത്ത് കാസിലൊക്കെ ചെയ്യുമ്പോഴുള്ള അതൊക്കെ സേഫായിട്ടുള്ള ഓപ്ഷൻസാണ്. ആനന്ദിന് അഗ്രസീവായിട്ട് കളിക്കാനാണ് ഇഷ്ടം. അപ്പോൾ കാസലിംഗ് ഒന്നും വേണ്ട, H4 H5 കിങ്ങിനെ തുറക്കുക. ഇതാണ് ആനന്ദിൻ്റെ ഐഡിയ. അപ്പോൾ എന്തായാലും സ്വിഡ്ലർ തൻ്റെ പ്ലാൻ പോലെ C5 കളിച്ചിരുന്നു. E6 ഒരു കിടിലൻ മൂവ്. ഒന്ന് ഈ പോണിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്, പിന്നെ ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ സ്വിഡ്ലർ C4 കളിച്ച് ക്വീനിൻ്റെ ഈ ഒരു ഡയഗണലങ്ങ് അടച്ചു കളയുകയാണ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയം, ഇവിടെ C4ന് ശേഷം ഇവിടെ ക്യൂൻ തിരികെ പോകണോ അല്ലെങ്കിൽ ഈ പോൺ വെച്ച് ഈ പോണിനെ എടുക്കണം. ഗെയിമിൽ സംഭവിച്ചിരിക്കുന്നത് ക്വീൻ D1 ആണ്. ഇനി ഇവിടെ നേരെ ഇങ്ങനെ എടുത്താൽ എന്താണ് കുഴപ്പം? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. റൂക്കിൻ്റെ F7 ഇവിടെ കളിക്കും. അപ്പോൾ കിങ് ഇവിടെ ഒട്ടും വീക്കല്ല, കാരണം ക്വീൻ ഇവിടെ കളിയിലേക്ക് വരാം. ബിഷപ്പും എല്ലാമായിട്ട് ഇവിടെ കിങ് വളരെ സേഫാണ്. മാത്രമല്ല ഈ ഒരു ചെയിൻ ഓഫ് പോൺസ് ഉള്ളതുകൊണ്ട് ഇവിടെ ബ്ലാക്കിന് നല്ലൊരു പൊസിഷൻ കിട്ടുകയാണ്. അപ്പോൾ നേരിട്ട് അവിടെ എടുത്തിട്ട് കാര്യമില്ല. അതിന് വരെ ക്വീൻ തിരികെ പോകുന്നു. ഇവിടെ നൈറ്റിനെ B6 കൊണ്ടുവരുന്നു. ഇനി പോൺ വെച്ചെടുക്കുന്നു, റൂക്കിൻ്റെ F7, H5. അപ്പോൾ ഈ റൂക്കിൻ്റെ ഫയൽ വീണ്ടും തുറന്നു വരികയാണ്. കെയർഫുൾ ആവണം ഇവിടെ ബ്ലാക്ക്. നൈറ്റ് C6, പോൺ വെച്ച് പോണിനെ എടുക്കുന്നു. ഇപ്പോൾ റൂക്കിൻ്റെ ഫയൽ ഓൾമോസ്റ്റ് തുറന്നു കഴിഞ്ഞു, മൊത്തത്തിലായിട്ട് തുറക്കാൻ പോവാണ്. പോൺ തുറന്ന് ഇവിടെ പോൺ വെച്ച് പോണിനെ എടുത്തതിന് ശേഷം റൂക്കിന് വളരെ മനോഹരമായൊരു ഓപ്പൺ ഫയൽ തന്നെ കിട്ടി. അപ്പോൾ ഇപ്പോൾ ഈ D4 പോണിലേക്ക് ഒരുപാട് അറ്റാക്ക് ഉണ്ട്. ബിഷപ്പ് ഉണ്ട്, ആ ഒരു അവിടെ ഒരു നൈറ്റ് ഉണ്ട്, ഈ ഒരു ക്വീന്, ഈ ഒരു പോണിനെതിരെ ഈ നൈറ്റ്, ഈ ബിഷപ്പ്, ഈ ക്വീന് എല്ലാം കൂടെ ഇതിലേക്ക് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? ബിഷപ്പ് E3 കളിക്കുന്നു. ബിഷപ്പ് F5 വന്നിട്ട് നല്ല കീ ആയിട്ടുള്ള കുറച്ച് സ്ക്വയറൊക്കെ കൺട്രോൾ ചെയ്യുന്നു സ്വിഡ്ലർ. ഇവിടെ നൈറ്റ് G5 കളിക്കുന്നു. അപ്പോൾ ഇത് ഒരുപാട് ത്രെട്ട് ഉണ്ട്. ഒന്ന് ഈ നൈറ്റിനെ അങ്ങ് ഈ ഒരു നൈറ്റ് വെച്ചിട്ട് ഈ റൂക്കിനെ അങ്ങ് അറ്റാക്ക് ചെയ്യണം. അത് മാത്രമല്ല ഈ ഒരു ക്യൂവിന് ഇങ്ങനെ വരാം, വേണമെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവാം. ഇപ്പോൾ ഈ ബിഷപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് H3യിലേക്ക് വരാൻ പറ്റില്ല. പക്ഷേ ഒരു ലോങ് റൂട്ടിൽ ഇപ്പോൾ ക്വീൻ ഇങ്ങോട്ടേക്ക് വരാം, ഇവിടേക്ക് വരാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വന്നിട്ട് H7ലേക്കുള്ള അറ്റാക്കൊക്കെ ചെയ്യാവുന്നതാണ്. എന്നാൽ റൂക്ക് F6 കളിക്കുന്നു. G4 കളിച്ച് ഈ ഒരു ബിഷപ്പിനെ ഓടിച്ചു വിടുന്നു. അപ്പോൾ ആനന്ദിനൊരു പേടിയില്ല. കിങ് സൈഡ് ഇവിടെ എത്ര തുറന്നാലും കുഴപ്പമില്ല, എനിക്ക് അറ്റാക്ക് ഉണ്ട്, എൻ്റെ അറ്റാക്കിനെതിരെ എൻ്റെ കിങ്ങിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ആനന്ദിൻ്റെ കോൺഫിഡൻസ്. ബിഷപ്പ് ഇവിടെ തിരികെ പോകുന്നു, E6 പോകുന്നു. നൈറ്റിനെ ഇവിടെ E4 കളിച്ചിട്ട് ഈ ഒരു റൂക്കിനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ സ്വിഡ്ലർ എന്ത് കളിക്കുന്നു? ബിഷപ്പിനെ ഇവിടെ D5 കളിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ പൊസിഷൻ കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണ്, ഇതൊരു മിസ്റ്റേക്ക് അല്ലേ? കാരണം ഈ റൂക്കിനെ വെറുതെ വെട്ടിയെടുത്തൂടെ? വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ചെക്ക് വേണം. എന്താണ് ഈ ചെയ്യണത് ആനന്ദ്? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ ഇവിടെ സ്വിഡ്ലർ എന്താണ് ചെയ്യണമെന്ന് എനിക്ക് കൺഫ്യൂഷൻ തോന്നാം. കാരണം ഇവിടെ ക്വീൻ D2 ആണ് ഇവിടെ ആനന്ദ് ഇവിടെ കളിക്കുന്നത്. എന്നാൽ വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു മൂവ് ആനന്ദ് കളിച്ചിരുന്നെങ്കിൽ തിരിച്ച് പോൺ വെച്ച് ഈ നൈറ്റിനെ എടുക്കും. ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്, മറ്റേത് ഈ റൂക്കിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രണ്ടിനെയും കൂടെ സേവ് ചെയ്യാൻ വേണ്ടി നൈറ്റിനെ ഇവിടേക്ക് കളിച്ചു കഴിഞ്ഞാൽ നൈറ്റ് A4 എന്നുള്ള മൂവ് വരും.
അപ്പോൾ ഈ ക്യൂവിന് ഈ ഒരു B2 പോണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. കാരണം ഈ ഒരു നൈറ്റിൻ്റെ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ക്വീനിന് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ മൊത്തത്തിൽ ബ്ലാക്കിനൂടെ ഒരുപാട് കോമ്പൻസേഷൻ ഉണ്ട്. ബ്ലാക്കിൻ്റെ പീസുകളെല്ലാം വളരെ ആക്റ്റീവാണ് അതിന്. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് നേരെ ചാടി കയറി ഇവിടെ റൂക്കിനെ എടുക്കാതെ ക്വീൻ D2 കളിച്ച് പ്രഷർ അതുപോലെ തന്നെ ബിൽഡ് ചെയ്യണം ആനന്ദ്. ഇവിടെ റൂക്ക് D6 എന്ന് പറഞ്ഞ മൂവാണ് ഇവിടെ സ്വിഡ്ലർ കളിക്കുന്നത്. ഈ റൂക്ക് D6ന് പകരം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരെ ക്വീൻ D7 കളിച്ചാൽ മതിയായിരുന്നു. കാരണം ഈ ഒരു പൊസിഷനിൽ ഒരു പക്ഷേ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് F3 കളിച്ചു കഴിഞ്ഞാൽ ബ്ലാക്കിന് ഒരു ഇൻട്രസ്റ്റിംഗ് ലൈൻ ഉണ്ട്. റൂക്കിൻ്റെ F3 ഒരു സാക്കായിട്ട് തോന്നാം, നൈറ്റ് വെച്ചെടുത്തു, ബിഷപ്പ് വെച്ചെടുത്തു. അപ്പോൾ ഇവിടെ ഈ ഒരു പൊസിഷനിൽ ഇവിടെ ബ്ലാക്കിന് ഒരുപാട് കൗണ്ടർ പ്ലേ ഉണ്ട്. ഈ ബിഷപ്പ് വളരെ ആക്റ്റീവാണ്. പിന്നെ അത് മാത്രമല്ല D4ലേക്ക് നല്ല ത്രെട്ടുകളുണ്ട്. ഈ പൊസിഷനിൽ പിന്നെ G4ഉം വീക്കാണ്. ഈ ഒരു നൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പണി പാടേണ്ടി വരും. ഇപ്പോൾ ഒരു പക്ഷേ ബിഷപ്പ് G2 ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ C3 പോലത്തെ മൂവൊക്കെ ഉണ്ട്. ഇവിടെ ബ്ലാക്കിന് കുറച്ചും കൂടെയും അഡ്വാൻറ്റേജ് പൊസിഷനിലോട്ട് പോകും. ഇങ്ങനെ ഒരു സാക്രിഫൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടെ റൂക്കിനെയും കൂടെ F8ലോട്ട് കൊണ്ടുവരാം. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള F8ലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലേക്ക് വീണ്ടും പ്രഷറായി. അപ്പോൾ ഒരുപാട് കൗണ്ടർ പ്ലേസ് ഇവിടെ ബ്ലാക്കിന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നാൽ അതിലൊന്നും പോയിട്ടില്ല. ഈ ഒരു ക്വീൻ D2ന് ശേഷം ഇവിടെ ഫിഡ്ലർ കളിക്കുന്നത് ഇവിടെ റൂക്കിനെ D6ലേക്കാണ് കളിക്കുന്നത്. സിമിലർ ഐഡിയ. ഇവിടെ നേരത്തെ വെക്കുമ്പോൾ ചെക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ ചെക്കില്ല, അത്രയൊക്കെ വ്യത്യാസമുള്ളൂ. F3 കളിച്ചിട്ട് ഈ ഒരു നൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ. ഈ നൈറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നൈറ്റാണ്. അതുകൊണ്ട് തന്നെ അതിനെ വെട്ടിയെടുക്കുന്നു. ആനന്ദ് തിരിച്ച് വെട്ടിയെടുത്ത് 2 പോണുകളെ വളരെ സ്ട്രോങ് ആയിട്ട് വെക്കുന്നു. നൈറ്റിനും നല്ലൊരു സ്ക്വയർ. നൈറ്റിനെ ഇവിടെ B6 നിന്ന് D7ലേക്ക് കൊടുക്കുന്നു. ഐഡിയ ഇവിടെ F8ലേക്ക് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള H7 സ്ക്വയർ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആനന്ദ് എന്തായാലും ക്വീനെയും റൂക്കിനെയും കൂടെ ആയിട്ട് ഒരു ചെക്ക് മേറ്റിംഗ് അറ്റാക്കിന് പോകാൻ ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞു. നൈറ്റ് F8. ഇപ്പോൾ H7ലേക്കുള്ള ത്രെട്ടുകളെല്ലാം ഈ നൈറ്റ് വെച്ച് അടച്ചു കളഞ്ഞിരിക്കുകയാണ്. H6 ഗാർഡ് ചെയ്യാനായിട്ട് ഈ ബിഷപ്പ് നല്ല രീതിയിൽ ഈ 2 സ്ക്വയർസും ഗാർഡ് ചെയ്യുന്നുണ്ട്. ഇവിടേക്കാണെങ്കിൽ നൈറ്റും ഉണ്ട്. അപ്പോൾ തൽക്കാലമുള്ള അറ്റാക്കൊക്കെ തീർന്നു എന്ന് തോന്നാം. പക്ഷെ ആനന്ദ് വിടൂല്ല. ആനന്ദ് E5 കളിക്കുന്നു. റൂക്ക് തിരികെ പോകുന്നു. നൈറ്റ് E6 ഒരു ബ്യൂട്ടിഫുൾ ഡിഫ്ലക്ഷൻ മൂവ്. ഈ നൈറ്റിലേക്കും അറ്റാക്ക്, ക്വീനിലേക്കും അറ്റാക്ക്. അപ്പോൾ ഈ നൈറ്റിനെ ഡിഫ്ലക്റ്റ് ചെയ്യുക. നൈറ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ H7 സ്ക്വയർ വീക്കാവും, ക്വീൻ ആ ഒരു സ്ക്വയറിലോട്ട് വരികയും ചെയ്യും. ഗെയിമിൽ ക്വീൻ A5 ചെക്കാണ് വരുന്നത്. എന്നാൽ ഇങ്ങനെ നൈറ്റ് വെച്ച് നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ക്വീൻ H7 ചെക്ക്, കിങ് മാറുന്നു, ബിഷപ്പ് G2 കളിച്ച് ഈ നൈറ്റിലേക്കും അറ്റാക്കഡാണ്. അത് മാത്രമല്ല വേറൊരു ത്രെട്ട്, ഈ ഒരു നൈറ്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൂക്കിനും പണിയാണ്. ഇതൊന്നും അല്ലാതെ ഇതുപോലത്തെ റൂക്ക് ചെക്കുകൾ, ഇതും എല്ലാം കൂടെ വന്നിട്ട് ഈ അറ്റാക്ക് ചേർത്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നൈറ്റ് വെച്ച് നൈറ്റ് എടുക്കുന്ന അത്ര നല്ല ഐഡിയ അല്ല. ക്വീനിനെ ഇവിടെ A5 വെച്ച് ചെക്ക് കൊടുക്കുന്നു. ബിഷപ്പ് D2 അടിച്ച് തിരിച്ച് ആ ക്വീനിനെ അറ്റാക്ക് ചെയ്യണം. ഇവിടെ ഫിഡ്ലർ വളരെ രസകരമായൊരു മൂവ് കളിക്കുകയാണ്. നൈറ്റ് ഇൻറ്റു E5. അപ്പോൾ ഇവിടുത്തെ ഐഡിയ ഇപ്പോൾ ഈ ക്യൂൻ കാര്യം ഇവിടെ അറ്റാക്ക് ഇതിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ബ്ലാക്ക് ത്രട്ടൻ ചെയ്യുന്നത് നൈറ്റ് F3 ചെക്കിൽ ക്വീൻ നേടുക, കിങ്ങിലേക്ക് അറ്റാക്കുമാണ്. അപ്പോൾ ഇവിടെ ചാടിക്കയറി നൈറ്റിനെയൊക്കെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൈൻ ഉണ്ട്. റൂക്ക് വെച്ച് വെട്ടിയെടുക്കുക, ക്വീൻ വെച്ചെടുക്കുക, ക്വീൻ എക്സ്ചേഞ്ചിന് ശേഷം ഇവിടെ നൈറ്റ് തിരികെ വെട്ടിയെടുത്ത് ഇത് ഇവിടെ ബ്ലാക്ക് ഇക്വലൈസ് ചെയ്യുകയും ചെയ്യും. ബ്ലാക്കിനൊരു കുറച്ച് അഡ്വാൻറ്റേജ് പൊസിഷനിലോട്ട് പോവുകയും ചെയ്യും. എന്നാൽ ഇതിലേക്കൊന്നും പോകുന്നില്ല ആനന്ദ് ഈ ഒരു പോൺ ഇവിടെ നൈറ്റ് വെച്ച് പോൺ എടുത്തതിന് ശേഷം പോൺ വെച്ച് നൈറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഡേഞ്ചറസ് ആണ്. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയം, ഈ ക്യൂവിനെ എടുത്തു കഴിഞ്ഞാലോ? ക്വീനിനെ എടുത്തു കഴിഞ്ഞാൽ നേരെ നൈറ്റ് F3 ചെക്ക് വരും. ഇവിടെ കിങ് E2ന് ശേഷം നൈറ്റ് ഇൻറ്റു H2. അപ്പോൾ ഈ പൊസിഷനിലും ഇവിടെ നൈറ്റ് ഇൻറ്റു F8 ഒക്കെ കളിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതും മോറോലെസ് ഈക്വാലിറ്റി പൊസിഷനിലോട്ട് പോകും. റൂക്ക് ഇൻറ്റു F8. ഇവിടെ വേണമെങ്കിൽ റൂക്ക് ഇൻറ്റു H2 വെട്ടിയെടുക്കാം. പക്ഷേ ഇവിടെ വീണ്ടും ഈ പോണൊക്കെ പോയിട്ട് ഇവിടെ ബ്ലാക്കിന് വീണ്ടും കളിയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പൊസിഷനിൽ ബിഷപ്പ് D2ന് ശേഷം നൈറ്റ് ഇൻറ്റു E5 വരുന്നത്. അപ്പോൾ ക്വീനിനെ എടുക്കാൻ അത്ര നല്ല ഐഡിയ അല്ല, നൈറ്റിനെ എടുക്കുന്നത് നല്ലൊരു ഐഡിയ അല്ല. പകരം ഇവിടെ ബിഷപ്പിനെ E2ലേക്ക് കളിക്കുന്നു. വേണമെങ്കിൽ G2ലേക്കും കളിക്കാം. ഐഡിയ ഇവിടെ F3ലേക്ക് നൈറ്റ് വന്നു കഴിഞ്ഞാൽ ചെക്ക് വരുമ്പോൾ ഈ ക്വീനും ഇവിടെ കിങ്ങിലേക്ക് ഒരു ഫോർക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ബിഷപ്പ് E2 കളിക്കുന്നത്. C3 കളിക്കുന്നു ഇവിടെ. അപ്പോൾ ഐഡിയ ഇവിടെ ഈ ഒരു ബിഷപ്പിലേക്ക് ഇവിടെ ത്രെട്ട് കൊടുക്കുക. ഇവിടെ പോൺ വെച്ചെടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിങ് സൈഡ് വീണ്ടും വീക്കായി പോകും. ബിഷപ്പ് വെച്ചെടുക്കുന്നു. B4 കളിച്ച് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം. ആനന്ദ് എന്ത് ചെയ്യുന്നു? നൈറ്റ് ഇൻറ്റു ഈ ഒരു ബിഷപ്പ് എടുക്കുന്നു.
ഇവിടെ പോൺ വെച്ച് ആ ഒരു ബിഷപ്പിനെ എടുക്കുന്നു. ഇവിടെ ആനന്ദ് കളിക്കുകയാണ് ക്വീൻ H8 ചെക്ക്, കിങ് F7, ക്യാസിൽ ചെയ്യുന്നു. സർപ്രൈസിംഗ്ലി ഇവിടെ ഫിഡ്ലർ റിസൈൻ ചെയ്യാണ്. കാരണം എന്താണ്, ഈ പൊസിഷനിൽ പിന്നെ എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക? ഈ ഒരു ചെക്കിനെതിരെ എന്താണ് ഇവിടെ മൂവ് ചെയ്യാൻ പറ്റുക? ആകെ ചെയ്യാൻ പറ്റുക ഈ നൈറ്റിന് ഇടയിൽ വരിക. എന്നാൽ ഈ മേറ്റ് ഇവിടെ തടുക്കാൻ ഇവിടെ ഈ ഒരു പൊസിഷനിൽ കിങ് F7 ശേഷം ആനന്ദിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വേണമെങ്കിൽ റൂക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇതിലേക്ക് വരാം. ആനന്ദ് ക്യാസിലൊന്നും ചെയ്യാതെ ഇങ്ങനെ കിങ്ങിനെ എക്സ്പോസ് ചെയ്ത് വെച്ചിട്ട് അവസാനം റൂള് ഫോളോ ചെയ്യുന്ന പോലെ ഒരു ബ്യൂട്ടിഫുൾ ചെക്ക് വെച്ച് ഇവിടെ ഫിഡ്ലറിനെ റിസൈൻ ചെയ്യിക്കുകയാണ്. കാരണം ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, നൈറ്റ് ഉണ്ട്, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, നൈറ്റ് ഉണ്ട്. റൂക്കാണെങ്കിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ഫയൽ മുഴുവൻ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇതിനിടയിലേക്ക് വരാവുന്ന ഓൺലി മൂവ് ഇങ്ങനെ ഇടയിൽ വരാം, ഒരു കാര്യമില്ല. എന്താണ് കാരണം? ആ നൈറ്റും വീഴും, ഇങ്ങനെ എടുക്കും. ഇനി എന്ത് ചെയ്യും? ഇനിയും രക്ഷപ്പെടാവരില്ല. വേണമെങ്കിൽ അടുത്ത ക്വീനും കൂടെ കൊടുക്കാം, ഒരു കാര്യമില്ല. നൈറ്റിൻ്റെ എടുക്കും. അപ്പോൾ ഓൾറെഡി ഇനി കളി മുന്നോട്ട് കാണേണ്ട ആവശ്യമില്ല. ആനന്ദ് ഫിഡ്ലറും കൂടെയുള്ള ഗ്രാൻഡ് മാസ്റ്റർ ഗെയിമാണ്. അപ്പോൾ ഈ ഒരു മൂവിന് ശേഷം, കാസ്ലിംഗ് മൂവിന് ശേഷം ഇവിടെ ഫിഡ്ലർ റിസൈൻ ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വർഷം ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.